റാപ്പ് ഗായകൻ വേടന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം വരുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്ന് ഇന്ന് കോടതി നിർദ്ദേശിച്ചു. സ്നേഹിച്ചിരുന്ന കാലത്തെ ലൈംഗിക ബന്ധം ബലാത്സംഗ കുറ്റമാകുമോ എന്ന് കോടതി ചോദിച്ചു. വേടൻ ഉപേക്ഷിച്ചു പോയ ശേഷം ഏറെക്കാലത്തെ ചികിത്സ വേണ്ടി വന്നുവെന്നും പശ്ചാത്താപമുണ്ടെന്ന് സമൂഹമാധ്യമത്തിൽ വേടൻ തന്നെ പോസ്റ്റിട്ടുവെന്നും പരാതിക്കാരി കോടതിയിൽ വാദിച്ചു. എന്നാൽ ഇതൊക്കെ എങ്ങനെ കേസിൽ പരിഗണിക്കാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഹർജിയിൽ നാളെയും വാദം തുടരും. ബിനിൽ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരൽപ്പം ആശ്വസിക്കാവുന്ന ദിവസമാണ്. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം വരുന്നതുവരെ വേടന്റെ അറസ്റ്റ് ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പ്രോസിക്യൂഷന് നൽകിയിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യ ഹർജി നൽകി ഏതാണ്ട് 2 ആഴ്ച പിന്നിട്ടെങ്കിലും ഇതുവരെ വേടന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നില്ല. ഇന്ന് പ്രധാനമായും പരാതിക്കാരിയുടെ വാദമാണ് കോടതിയിൽ നടന്നത്. ആ വാദം നീണ്ടുപോയി. നാളെയും തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശം പ്രോസിക്യൂഷന് നൽകിയത്. ഇന്ന് പ്രധാനമായും പരാതിക്കാരിക്ക് പറയാനുണ്ടായിരുന്നത് അവർ നേരിട്ട മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചാണ്. 2 വർഷത്തോളം ചികിത്സ വേണ്ടിവന്നു എന്നതാണ് അവർ കോടതിയെ അറിയിച്ചത്. 2021 മുതൽ 23 വരെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക പീഡനമാണ് നടന്നത്. അതിനുശേഷം വേടൻ ഉപേക്ഷിച്ചു പോയി. പിന്നീട് മാനസിക ആരോഗ്യ ചികിത്സ അടക്കം തേടേണ്ടി വന്നു എന്നതാണ് അവർ കോടതിയെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ വേടൻ തന്നെ സമൂഹമാധ്യമ പോസ്റ്റുകളിലൂടെ താൻ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും അവർ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ആ ഘട്ടത്തിൽ കോടതി ചോദിച്ചത് ഈ സ്ക്രീൻഷോട്ടുകൾ എങ്ങനെയാണ് കേസിൽ പരിഗണിക്കാൻ കഴിയുക, ഇത് ഈ വ്യക്തി തന്നെ നടത്തിയ പ്രതികരണമാണ് എന്ന് എങ്ങനെ കണക്കാക്കാൻ കഴിയും എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു. സ്നേഹബന്ധത്തിലായിരുന്ന കാലഘട്ടത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് ആ ബന്ധം മുറിഞ്ഞ് ഇത് ബലാത്സംഗ കുറ്റമാണ് എന്നെങ്ങനെ ആരോപിക്കാൻ കഴിയുമെന്നതാണ് കോടതി ചോദിച്ചത്. അത് ഈ കേസിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന് കൃത്യമായ ഉത്തരം പ്രോസിക്യൂഷന് നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ വേടന് ജാമ്യം ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതുവരെ പ്രോസിക്യൂഷൻ അവരുടെ നിലപാട് കോടതിയെ അറിയിച്ചിട്ടില്ല. നാളെയായിരിക്കും പ്രോസിക്യൂഷൻ്റെ നിലപാട് കോടതിയിൽ വ്യക്തമാക്കുക. അപ്പോഴായിരിക്കും ഈ കേസിൽ എന്തൊക്കെ തെളിവുകളാണ് പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നത് വ്യക്തമാകുകയുള്ളൂ. അതിനുശേഷമായിരിക്കും കോടതി വേടന് മുൻകൂർ ജാമ്യം നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കുക.